മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് നമുക്കറിയാമല്ലോ KM മൗലവി. ആ KM മൗലവിയെ കുറിച്ച് അൽമനാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിശദമായ ഒരു മാല കണ്ടോ? ആ മാലയിൽ KM മൗലവിയെ അങ്ങേയറ്റം കീർത്തിക്കുകയാണ്. فنجما ضاء في ظلمات جهلي وبدرا في دجى بدع الغلاط لسان ذاكر بدن صبور وقلب شاكر كل الشكات. നോക്ക് നിങ്ങൾ, KM മൗലവി മരിച്ചപ്പോ അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ പറയുന്നത്? സൂര്യന നക്ഷത്രമാണ്, ബദറാണ്. നോക്ക് നിങ്ങൾ, KM മൗലവിയെ കുറിച്ച് ഇത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മളെ മങ്കൂസ് മൗലവിയിലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചൊല്ലിയാൽ അത് വളരെ മോശം. റസൂലുള്ള നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞു നിന്ന വ്യക്തിത്വമാണ് എന്ന ആശയം പദ്യമായി നമ്മൾ ചൊല്ലി അത് വളരെ അപകടമാണ്. അത് നരകത്തിലേക്കാണ്, അത് ഖുർആനിന് വിരുദ്ധമാണ്. KM മൗലവിയെ കുറിച്ച് മഹത്വം പറഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല. നോക്ക് നിങ്ങൾ, മുജാഹിദിന്റെ ഇരട്ടത്താപ്പ്. ഇനി നിങ്ങൾക്കറിയോ KM മൗലവിയെ കുറിച്ച് മുജാഹിദുകൾ ചൊല്ലിയ മറ്റൊരു കവിത, ഒരു മൗലിദ് അല്ലെങ്കിൽ അവരുടെ മാല, പേരെന്ത് പറഞ്ഞാലും KM മൗലവിയെ കുറിച്ച് പറയാം. അശൈഖു കാന ശരീഫൻ ഫീ ശമാഇലിഹി ഫിൽ ബലാഗതി കാന ശൈഖു സഹബാനാ. എന്നിട്ട് ഇങ്ങനെ പറയാ, ഫി സിദ്ഖി കാന അബാ ബക്കരിൻ വഹൈദറ ഫീ ശജാഅത്തിൻ വഗദാ ഫിൽ ഹിൽമി ഉസ്മാനാ വകാന في يده بين الورى عمرا وفي نصيحته للناس لقمانا. KM മൗലവി എന്ന് പറഞ്ഞ ആരാന്നറിയോ നിങ്ങൾ? അല്ലാഹ്, സത്യം പറയുന്ന വിഷയത്തിൽ ആരാണ് ഈ KM മൗലവി? വഹാബി പ്രസ്ഥാനം എന്ന ഈ വിദണ്ഡവാദത്തിന് കേരളത്തിൽ ബീജാവാപം നൽകിയ, അതിവിടെ സ്ഥാപിച്ച വ്യക്തിയാണ്. ഈ വിഷവിത്ത് കേരളത്തിൽ നട്ടുപിടിപ്പിച്ച വ്യക്തിയെ കുറിച്ച് അവർ പാടുകയാണ്. എന്താണ് അയാളുടെ മഹത്വം എന്നറിയാമോ? സത്യം പറയുന്ന വിഷയത്തിൽ KM മൗലവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയായിരുന്നു. നോക്ക് നിങ്ങൾ. പിന്നെയോ ധീരതയുടെ വിഷയത്തിലോ ഹൈദറ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയായിരുന്നു ധീരതയുടെ വിഷയത്തിൽ. ആരെ കുറിച്ച് അത് പറയുന്നതെന്നറിയോ? സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിൽ തിരൂരങ്ങാടിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ബയലറ്റുകൾക്ക് മുമ്പിൽ സധൈര്യം മാറിടം കാണിച്ചു കൊടുത്തുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അവിടെയുള്ള സാധാരണക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അവരുടെ ബയലറ്റുകൾക്ക് മുമ്പിൽ സധൈര്യം മാറിടം കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകളുടെ വേഷം ധരിച്ച് ബുർഖയണിഞ്ഞ് കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ KM മൗലവിയെ കുറിച്ചായി പറയുന്നത്. എങ്ങനെ? എന്ത്? ധീരതയുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയും, പിന്നെ സഹനത്തിന്റെ വിഷയത്തിലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെയോ വകാന ഫീ അദ്ലിഹി ബൈനൽ വറാ ഉമറാ. നീതിയുടെ വിഷയത്തിൽ, നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ മുജാഹിദ് നേതാവ് ഉമർ മൗലവി KM മൗലവി
ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ്. അപ്പൊ 4 ഖലീഫമാരെയും പോലെ ഒരാൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് കെ എം മൗലവി എന്ന മുജാഹിദ് മതം സ്ഥാപിച്ച വ്യക്തിയാണ് എന്നാ പറയുന്നത്. നോക്ക് നിങ്ങൾ. അതിലൊക്കെ പുറമെ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന വിഷയത്തിൽ ലുഖ്മാനുൽ ഹക്കീമിനെ പോലെ മഹാത്മാവാണ് കെ എം മൗലവി. നോക്ക് നിങ്ങൾ, കെ എം മൗലവിയുടെ മഹത്വം അത്. ഇത് നമ്മൾ സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് ഒരു മാല പാടിയാൽ, മുഹയ്യദ്ദീൻ ശേഖരെ കുറിച്ചോ ഉമറുൽ ഫാറൂഖിനെ കുറിച്ചോ ഒരു മാല പാടിയാൽ അത് നരകത്തേക്ക്, ഖുർആനിന് വിരുദ്ധം, തൗഹീദിന് വിരുദ്ധം, അത് നരകത്തിന്റെ നടുവിലേക്ക്. കെ എം മൗലവിയെ കുറിച്ച് മഹത്വം പാടിയാൽ ഒരു കുഴപ്പമില്ല, അത് തൗഹീദ്, അത് സ്വർഗത്തേക്ക്, അത് ഖുർആനിന്റെ അധിഷ്ഠിതം, അത് ഹദീസുകൾക്ക് വിരുദ്ധമല്ല, ഒന്നുമല്ല. നോക്ക് നിങ്ങൾ, നാളെ ആഖിറത്തിലെത്തിയ എനിക്ക് അതുവരെ ഇപ്പൊ ഞാൻ പേടിക്കുകയാണ്. ആഖിറത്തിലെത്തിയാൽ സഹോദരന്മാരെ, സിദ്ദീഖുൽ അക്ബർ സ്വർഗത്തേക്കാൾ പോകാൻ നിൽക്കുന്ന നേരത്ത് പടച്ചോ തടുത്തു നിൽക്കട്ടെ, അവിടെ പോകാൻ പറ്റുകയാണ്. എന്ത് അപ്പൊ ഉമർ ഫാറൂഖ് 4 ഖലീഫമാരാണല്ലോ ആദ്യം മുൻനിരയിലുണ്ടാകുക. അവർ സ്വർഗത്തിനടുത്തുമ്പോ പടച്ചു ചോദിക്കുന്നത്, അല്ലല്ല നിങ്ങൾ 4 ആളുമല്ല കുട്ടികളെ, ഈ സമുദായത്തിൽ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിങ്ങൾ 4 ആളുടെയും കാട്ടാളും മഹത്തുള്ള ഒരാളുണ്ട്, അയാളെവിടെ? അയാൾ സ്വർഗത്ത് പോയിട്ട് എങ്ങനത്തെ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ? ആരാ പടച്ചോനെ? അപ്പൊ സിദ്ദീഖുൽ അക്ബർ ആരാ പടച്ചോനെ? ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. ഉമർ ഫാറൂഖ് തപ്പുരുണ്ടാവും, ഈ മഹാൻ ഏതാ പോലും നമ്മൾ അറിയാത്ത. അപ്പോഴാണ് നമ്മളെ കെ എം മൗലവി. എവിടെ ആ കെ എം മൗലവിയാണ്? ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു നോക്കട്ടെ, വാളുണ്ടെങ്കിൽ തല വിട്ടു, യാതൊരു സംശയമില്ല. ഈ കെ എം മൗലവിയെ കുറിച്ച് അവർ മഹത്വങ്ങളും മദ്ഹുകളും പാടുകയാണ്.